ആദരണീയനായ മുഖ്യാതിഥി ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ്, ഈ ആഘോഷ പരിപാടികളുടെ അധ്യക്ഷൻ റവറൻ ഫാദർ ഫാബിയോ അട്ടാഡ്, അവർ എക്സ്ട്രാഓർഡിനറി വിസിറ്റർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രൊവിൻഷ്യൽ അച്ഛൻ റവറൻ ഫാദർ ജോസ് തോമസ് കോയിക്കൽ, ബഹുമാന്യനായ MP ശ്രീ ഹൈബി ഈഡൻ, ബഹുമാനപ്പെട്ട വിശിഷ്ട അതിഥികളെ, റവറൻ ഫാദർ ഷൈജു പരിയാത്തശ്ശേരി അവർ VG, പ്രിയപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, സ്റ്റാഫ് അംഗങ്ങളെ, പ്രിയ സുഹൃത്തുക്കളെ, അഭ്യുതകാംക്ഷികളെ, ഞങ്ങളുടെ സ്നേഹഭവൻ കുടുംബത്തിലെ പ്രിയപ്പെട്ട അംഗങ്ങളെ, ഇന്ന് പള്ളുരുത്തി സ്നേഹഭവൻ്റെ സുവർണ ജൂബിലി ആഘോഷത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നതിൽ ഒത്തിരിയധികം സന്തോഷമുണ്ട്. 50 വർഷത്തെ സമർപ്പിത സേവനത്തിൻ്റെയും അശ്രാന്ത പരിശ്രമത്തിൻ്റെയും ഓർമ്മകളുമായി നമ്മൾ ഇവിടെ ഒത്തുകൂടുമ്പോൾ അഭയം നൽകുവാനും പോഷിപ്പിക്കുവാനും വഴി കാട്ടുവാനും ഞങ്ങൾക്ക് ലഭിച്ച അസംഖ്യം ജീവിതങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ ഉള്ളം സന്തോഷത്താലും നന്ദിയാലും നിറയുന്നു. 50 വർഷമായി അപകട സാഹചര്യങ്ങളിലുള്ള നിരവധി കുട്ടികൾക്കും യുവാക്കൾക്കും ഞങ്ങൾ ആശ്രയവും അഭയവും നൽകി. അവർക്ക് ശോഭനവും കൂടുതൽ സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിനുള്ള അടിത്തറ നൽകി. ഈ സുവർണ ജൂബിലി കേവലം കടന്നുപോയ വർഷങ്ങളുടെ സ്മരണയല്ല, മറിച്ച് ജീവിതങ്ങളെ സ്പർശിച്ച, ഭാവി ചിട്ടപ്പെടുത്തിയ, നിരന്തരമായ അർപ്പണ ബോധത്തിലും സമൂഹത്തിൻ്റെ പിന്തുണയിലും നിലനിൽക്കുന്ന ഒരു ദർശനമാണ്. അപകട സാഹചര്യത്തിലുള്ള യുവാക്കളുടെ പുനരധിവാസത്തിനായി ഇന്ത്യയിലുടനീളമുള്ള ആദ്യത്തെ സന്നദ്ധ സംഘടന സർക്കാർ പങ്കാളിത്ത പരിപാടി എന്ന നിലയിൽ സ്നേഹഭവന് ചരിത്രത്തിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. കൊച്ചിൻ നഗരസഭയുമായി ഈ പങ്കാളിത്തം 5 പതിറ്റാണ്ട് നീണ്ടു നിൽക്കുന്നു. ഒരു പൊതു നന്മയ്ക്ക് വേണ്ടി ഹൃദയങ്ങളും കരങ്ങളും ഒത്തുചേർന്ന് രചിച്ച കൂട്ടായ പ്രവർത്തനത്തിൻ്റെ വീരകഥയാണിത്. കോർപ്പറേഷൻ അധികാരികൾക്കും തുടക്കം മുതൽ കൂടെ നിന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇത്തരത്തിലുള്ള ഈ സ്ഥാപനം ഇന്ത്യയിൽ തന്നെ ആദ്യത്തേതാണ്. ഞങ്ങൾ അപകട സാഹചര്യത്തിലുള്ള കുട്ടികളുടെ പരിചരണത്തിനും പുനരധിവാസത്തിനും അടിത്തറ പാകുകയും മറ്റുള്ളവരെ ഈ മാതൃക പിന്തുടരുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഈ യാത്ര നമ്മുടേത് മാത്രമായിരുന്നില്ല. ഡോൺ ബോസ്കോയും കൊച്ചിൻ നഗരസഭയും സ്ഥാപക ശക്തികളായിരുന്നപ്പോൾ ഈ നേട്ടം സാധ്യമാക്കിയത് കൊച്ചിയിലെ വലിയ സമൂഹമാണ്. ഒരു കുട്ടിയെ വളർത്തുവാൻ ഒരു ഗ്രാമം തന്നെ വേണമെന്ന പഴഞ്ചൊല്ല് നമുക്ക് പ്രത്യേകിച്ച് അർത്ഥവത്താണ്. കൊച്ചിയിലെ സമൂഹം ഒരു യഥാർത്ഥ കുടുംബത്തിൻ്റെ ഊഷ്മളതയും പരിചരണവും നൽകി ഞങ്ങളെ സ്വീകരിച്ചു. മാതാപിതാക്കളും സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നമ്മുടെ കുട്ടികളോടൊപ്പം നിന്നു. പിന്തുണ നൽകിയ എല്ലാവരെയും പേരെടുത്ത് പരാമർശിക്കുക അസാധ്യമാണ്. എന്നാൽ ചില സ്ഥാപനങ്ങളും ഗ്രൂപ്പുകളും പ്രത്യേക അംഗീകാരം അർഹിക്കുന്നു. KPMG, IBS, BSG, റൗണ്ട് ടേബിൾ, ലയൺസ് ക്ലബ്, മറ്റ് ക്ലബ്ബുകൾ, കൂടാതെ നിരവധി വ്യക്തിഗത ഉപകാരികൾ, പ്രത്യേകിച്ച് കുട്ടികളുടെ പിയർ അംഗിൾ, മറ്റ് സംഘടനകൾ, സർക്കാർ വകുപ്പുകൾ, പോലീസ്, തൊഴിൽ വകുപ്പ്, സാമൂഹ്യനീതി വകുപ്പ്, ജില്ലാ ഭരണകൂടം, കൂടാതെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട നേവൽ ബേസ് ഉദ്യോഗസ്ഥരും, കാസിനോ, താജ്, ലേബറേഡിയൻ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ നിന്നുള്ള ഞങ്ങളുടെ കോർപ്പറേറ്റ് പിന്തുണക്കാർക്കും സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ ഹൃദയംഗമമായ നന്ദി. വർഷങ്ങളായി ഞങ്ങളെ താങ്ങി നിർത്തിയ നിരവധി സ്റ്റാഫ് അംഗങ്ങൾ, സലേഷ്യൻ സഹകാരികൾ, എണ്ണമറ്റ വ്യക്തികൾ എന്നിവരോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ ദൗത്യം സാക്ഷാത്കരിക്കുന്നതിന് നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ അത്യന്താപേക്ഷിതമായിരുന്നു. ഇന്ന്
നമ്മുടെ സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ ഈ സമാപന ചടങ്ങിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 1990-കളിൽ മുതൽ സ്നേഹഭവൻ്റെ ഉറ്റ സുഹൃത്തും അനുഭാവിയുമായിരുന്ന ഞങ്ങളുടെ മുഖ്യ അതിഥി കേരള ഹൈക്കോടതിയിലെ ആദരണീയനായ ജഡ്ജി ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിനെ സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് പ്രത്യേക സന്തോഷമുണ്ട്. ഞങ്ങളുടെ ലക്ഷ്യത്തിൽ വിശ്വസിക്കുന്നവരുമായി സ്നേഹഭവൻ പങ്കിടുന്ന ശാശ്വതമായ ബന്ധത്തിൻ്റെ തെളിവാണ് സാർ അങ്ങയുടെ സാന്നിധ്യം. ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി. വെൽക്കം ടു യു സാർ. നമ്മളുടെ ബഹുമാനപ്പെട്ട മേയർ നമ്മോടൊപ്പം എത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല. അദ്ദേഹം ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയതിനാൽ എത്തുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ സ്നേഹഭവൻ്റെ പ്രവർത്തനത്തിന് എപ്പോഴും ഉതകുന്നതാണ്. പുതിയ സ്നേഹഭവൻ്റെ 2ാം ഭാഗത്തിൻ്റെ കെട്ടിടത്തിൻ്റെ പ്ലാൻ ഒക്കെ ഇന്ന് നമ്മളിവിടെ അനാച്ഛാദനം ചെയ്യുന്നുണ്ട്. അതിലേക്കൊക്കെ അദ്ദേഹം പങ്കെടുക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് സ്മരിക്കുന്നു. Now we are also privileged to have with us Reverend Father Fabio Attard, extraordinary visitor from Salesian Generate in Rome, whose deep commitment to young people at risk has defined his life's work. Your presence honors us and inspires us as we continue our mission. Welcome to you, Father. ബാംഗ്ലൂർ സലേഷ്യൻ പ്രോവിൻസിൻ്റെ പ്രൊവിൻഷ്യലായ ഫാദർ ജോസ് തോമസ് കോയിക്കലിൻ്റെ നേതൃത്വവും മാർഗനിർദ്ദേശവും സ്നേഹഭവൻ്റെ പ്രവർത്തനങ്ങൾ തുടരുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഫാദർ ജോസ് മുൻകാലങ്ങളിൽ ഈ പ്രോജക്റ്റിൻ്റെ ഒരു സുപ്രധാന ഭാഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ തുടർച്ചയായ പിന്തുണയ്ക്ക് നന്ദിയുണ്ട്. വെൽക്കം ടു യു, ഫാദർ. പാർലമെൻറ്റ് അംഗവും സ്നേഹവൻ്റെ പ്രിയ സുഹൃത്തും എപ്പോഴും സമീപിക്കാവുന്നതും പിന്തുണ നൽകുവാൻ സന്നദ്ധതയുമുള്ള ശ്രീ ഹൈബി ഈഡൻ MP-ക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു യു, സർ. ശ്രീ KJ മാക്സി MLA നമ്മുടെ MLA ആണ്. അദ്ദേഹത്തിന് ചെറിയ തിരക്കുകൾ ഉള്ളതിനാൽ എത്തുവാനായിട്ട് സാധിച്ചില്ല. ഇതുവരെ എത്തിയിട്ടില്ല. എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൊച്ചി രൂപതയിലെ ബിഷപ്പിൻ്റെ അഭാവത്തിൽ രൂപതയെ പ്രതിനിധീകരിച്ച് വികാരി ജനറലായ മോൺസിഞ്ഞോർ ഷൈജു പെരിയാത്തുശ്ശേരി നമ്മോടൊപ്പമുണ്ട്. ഞങ്ങളുടെ യാത്രയിൽ രൂപതയുടെ പിന്തുണ നിർണായകമാണ്. രൂപതയുടെ പങ്കാളിത്തത്തിനും മാർഗനിർദ്ദേശത്തിനും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. വെൽക്കം ടു യു, ഫാദർ ഷൈജു. നമ്മുടെ മുൻ DGP ആയിരുന്ന കൊച്ചി മെട്രോയുടെ മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ലോക്നാഥ് ബെഹ്റ സാറും എത്തേണ്ടിയിരുന്നു. അദ്ദേഹത്തിന് ഒരു പ്രോഗ്രാം കാഞ്ഞിരപ്പള്ളിയിലുള്ളതിനാൽ എത്തുവാനായിട്ട് വൈകുന്നതുകൊണ്ട് എത്തിച്ചേരുവാനായി സാധ്യതയല്ല എന്നുള്ള രീതിയിലാണ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം പ്രത്യേകമായിട്ട് നമ്മുടെ സ്നേഹഭവൻ്റെ ഉറ്റ സുഹൃത്തും എപ്പോഴും അദ്ദേഹം ഇവിടെ കമ്മീഷണറായിരുന്ന സമയം മുതൽ നമ്മളുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അദ്ദേഹം നമ്മുടെ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് നന്ദി പറയുന്നു പ്രത്യേകമായിട്ട്. ഫാദർ ഷാൽബിൻ ഞങ്ങളുടെ വൈസ് പ്രൊവിൻഷ്യലും ഫാദർ ജോയ് ബാംഗ്ലൂർ പ്രോവിൻസിൻ്റെ ഇക്കോണമറും സ്നേഹഭവനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നവരാണ്. ഫാദർ ഷാൽബിൻ നമ്മോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നൊരു വ്യക്തി കൂടിയാണ്. നിങ്ങളുടെ സാന്നിധ്യം ഈ സന്ദർഭത്തിന് പ്രാധാന്യം നൽകുന്നു. വെൽക്കം ടു യു ബോത്ത് ഫാദേഴ്സ്. സ്നേഹഭവൻ്റെ വളർച്ചയ്ക്ക് നിർണായകമായ മാർഗനിർദ്ദേശവും പിന്തുണയും നൽകിയ ഞങ്ങളുടെ മുൻ പ്രൊവിൻഷ്യൽ ജോയ് സച്ചിന് ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു. കൊച്ചി നഗരസഭയുടെ സാമൂഹ്യക്ഷേമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബാലാൽ മാഡം, വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീജിത്ത് സർ, ഞങ്ങളുടെ വളർച്ചയെ പിന്തുണയ്ക്കുന്നതിൽ നിങ്ങളുടെ പങ്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. നിങ്ങളുടെ സമർപ്പണത്തിന് ഞങ്ങൾ നന്ദി അറിയിക്കുകയും നിങ്ങൾ രണ്ടുപേരെയും ഊഷ്മളമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. കൊച്ചി നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കുര്യത്തറ
അങ്ങയുടെ പിന്തുണയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. രാഷ്ട്രീയ കാലാവസ്ഥ എന്തായാലും കൊച്ചി നഗരസഭ സ്നേഹഭവന്റെ ദൗത്യത്തിൽ സ്ഥിരമായി വിലപ്പെട്ട പങ്കാളികളാണ്. സ്വാഗതം ടു യു സർ. നമ്മുടെ മുൻ മേയർമാരായ ശ്രീമതി സൗമിനി ജെയിൻ, ശ്രീ ടോണി ചെമ്മണി, അദ്ദേഹം എത്തിയിട്ടില്ല, ശ്രീ KJ സോഹൻ, നിങ്ങളെ 3 പേരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഓരോരുത്തരും സ്നേഹഭവന്റെ ചരിത്രത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങളിവിടെ എത്തിയതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. വെൽക്കം. സ്നേഹഭവനുമായി ബന്ധപ്പെട്ട ഏത് പ്രശ്നങ്ങളിലും സഹായിക്കുവാൻ എപ്പോഴും ഉത്സാഹമുള്ള ഞങ്ങളുടെ കർമ്മനിരതനായ വാർഡ് കൗൺസിലർ ശ്രീ സോണി K. ഫ്രാൻസിസിന് ഊഷ്മളമായ സ്വാഗതം. അങ്ങയുടെ പിന്തുണയ്ക്ക് നന്ദി. നമ്മുടെ സ്നേഹഭവൻ്റെ തൊട്ടടുത്തുള്ള വാർഡായ തോപ്പംപൊടി വാർഡിൻ്റെ കൗൺസിലറായ ഷീബ ഡ്യൂറം മാഡവും നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും എപ്പോഴും സഹകരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ നമ്മുടെ ഇടയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ഫാദർ വർഗീസ് ജോൺ, ഫാദർ സ്റ്റീഫൻ മുക്കാട്ടിൽ, ഫാദർ ഫ്രാൻസിസ് ജോൺ, ഫാദർ ജോ ഫെർണാണ്ടസ്, ഫാദർ കുര്യാക്കോസ് പള്ളിക്കുന്നേൽ, ഫാദർ PO വർഗീസ് വർഷങ്ങളായി നിങ്ങളുടെ നേതൃത്വം എണ്ണമറ്റ യുവാക്കളുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഗതം. ഈ ആഘോഷത്തിന് ഇവിടെ എത്തിച്ചേർന്നതിന് നന്ദി. നല്ലൊരു ക്ലാപ്പ് എല്ലാവരും ചേർന്ന് കൊടുക്കാം. ഫാദർ ഉക്രാൻ ജോർജ്, ഫാദർ സണ്ണി ഉപ്പൻ, ഫാദർ NM തോമസ്, ഫാദർ ജോസ് പതിക്കൽ, സ്നേഹഭവൻ്റെ മുൻ ഡയറക്ടർമാരായ നിങ്ങളുടെ നിസ്വാർത്ഥ സമർപ്പണത്തിന് നന്ദി. ഇന്ന് നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. നിങ്ങൾക്ക് സ്വാഗതം. കൊച്ചി കോർപ്പറേഷനിലെ എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഞങ്ങളോടൊപ്പം സന്നിഹിതരായ എല്ലാ സന്യസ്തർക്കും വൈദികർക്കും സലേഷ്യൻ വൈദികർക്കും സിസ്റ്റേഴ്സിനും ബ്രദേഴ്സിനും DHM സിസ്റ്റേഴ്സിനും ST സിസ്റ്റേഴ്സിനും സലേഷ്യൻ സിസ്റ്റേഴ്സിനും കൂടാതെ ഞങ്ങൾക്ക് കുടുംബത്തെ പോലെ ആയിരിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ കുട്ടികളുടെ എല്ലാ ഗുരുക്കന്മാർക്കും അധ്യാപകർക്കും അവരെ നന്നായി പഠിപ്പിച്ച് വളർത്തിയതിന് നന്ദിയോടൊപ്പം നിങ്ങളെ ഈ ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹഭവൻ്റെ അടിത്തറ ശക്തിപ്പെടുത്തിയ നിലവിലുള്ളവരെയും മുൻകാല സ്റ്റാഫ് അംഗങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ നിലവിലുള്ള സ്റ്റാഫ് അംഗങ്ങൾക്കും മുൻകാല സ്റ്റാഫ് അംഗങ്ങൾക്കും നിങ്ങളുടെ കഠിനാധ്വാനത്തിനും അർപ്പണബോധത്തിനും നന്ദി. സ്നേഹഭവൻ്റെ നിലനിൽപ്പിൻ്റെ കാരണമായ കുട്ടികളോടൊപ്പം ഈ നാഴികക്കല്ല് ആഘോഷിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അവസാനമായി ഞങ്ങൾക്ക് താങ്ങും തണലുമായുള്ള എല്ലാ ഉപകാരികളെയും അഭ്യുതകാംക്ഷികളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്ക് മുൻപേ നടന്നവരെയും ഞങ്ങൾക്ക് വഴി തെളിച്ചവരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഫാദർ വർഗീസ് മേനാച്ചേരി, ഫാദർ ലൂയിസ് പാനികുളങ്ങര, ഫാദർ എബ്രഹാം പൂണോളി, ഫാദർ ഗെസു, ഫാദർ ജോർജ് ചേറ്റുപുഴ, അവരുടെ ഓർമ്മയെയും പൈതൃകത്തെയും ഞങ്ങൾ ആദരിക്കുന്നു. നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ഞങ്ങളുടെ യാത്രയിൽ അവിഭാജ്യമായിരുന്ന എല്ലാ മുൻകാല മേയർമാരെയും ഞങ്ങൾ ഓർക്കുന്നു. ഈ സുവർണ ജൂബിലി ആഘോഷിക്കുവാൻ ഞങ്ങളോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ ദൗത്യം വീണ്ടും ഉറപ്പിക്കുകയും ഞങ്ങളുടെ ജോലി തുടരുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സംരക്ഷണത്തിലുള്ള യുവജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രതീക്ഷയോടെയും പുതിയ പ്രതിബദ്ധതയോടും കൂടെ വരും വർഷങ്ങളെ നമുക്ക് വരവേൽക്കാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം. ഈ ആഘോഷം സന്തോഷകരവും അവിസ്മരണീയവുമായ ഒന്നായി തീരുമാറാകട്ടെ. താങ്ക് യു.